ഹലോ. അപ്പൊ ഞങ്ങള് കേശുവിന് ഉടുപ്പെടുക്കാൻ വേണ്ടി കഴക്കൂട്ടത്ത് സ്റ്റുഡിയോയിൽ വന്നതാട്ടാ. ഞാൻ ഓടി ആവേശത്തിൽ കയറുതാ. ഇപ്പൊ മോന്ത ഇടിച്ച് പഞ്ചറായേനെ. എന്റെ അകത്ത് കയറുമ്പോ എന്താ നിറയെ കളക്ഷൻസ്. പുതിയ സ്റ്റുഡിയോ അല്ലേ. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. കേശുവിനാണ് ഉടുപ്പെടുക്കാൻ വന്നതെന്നുള്ള കാര്യമേ ഞാൻ പറഞ്ഞു. ഞാൻ നേരെ ടോപ്പിന്റെ സെക്ഷനിലോട്ടോ എടുത്തില്ലെങ്കിൽ അതിന്റെ ഭംഗിയൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അത്രേ ഉള്ളൂ. പിന്നെ കേശുവിന് ഉടുപ്പെടുക്കാൻ വേണ്ടി പോയി. കേശുവിന് ഉടുപ്പെടുക്കാൻ ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? 4 വയസ്സിന്റെ നോക്കുമ്പോൾ അവന് കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിടക്കുക. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് ചെറുതും. 5 വയസ്സിന്റെ ആണെങ്കിൽ നല്ല വലുതും. പിന്നെ കുറെ തപ്പി നടന്ന് 4 വയസ്സ് ഞാൻ എടുത്തു. അവിടെ നോക്കുമ്പോ അച്ഛനും മോനും കൂടെ ആടി. ആ പാന്റ് വേണം, ഈ പാന്റ് വേണം എന്ന് പറഞ്ഞു. ഇവരെന്താന്നറിയോ? ആദ്യം കാണുന്നത് എടുക്കണം. ആദ്യം ഏത് കാണണം, വലുതാണോ ചെറുതാണോ ഒന്നും നോക്കൂല. ആ എന്ത് മതി, എനിക്കിത് മതി എന്ന് പറഞ്ഞ് നിൽക്കും. പിന്നെ ഈ ഒരു ഷർട്ട് ഞാൻ എടുത്തതാട്ടാ. ഒരു ഞണ്ടിന്റെ പടാണെന്നും പറഞ്ഞ് ഞണ്ടാണ് ഞണ്ടാണ് എന്നും പറഞ്ഞ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വല്ല വിധേന അതൊക്കെ എടുത്ത്. അവനാണെങ്കിൽ എന്നെയും വിളിച്ചുകൊണ്ട് അവിടെ കയറണം, ഇവിടെ കയറണം, മുകളിൽ കയറണം. ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ടോപ്പിന്റെ സെക്ഷനിൽ തന്നെ വന്നു. ഈ 300 രൂപയുടെ ടോപ്പില് കുറച്ച് കട്ട് കുറവുള്ളതുപോലെ തോന്നി. കട്ട് കുറവ് തോന്നിയില്ല, കട്ട് കുറവ് തന്നെ. അതുകൊണ്ട് ഞാനത് നോക്കി ജസ്റ്റ് ഇത് നോക്കിയേ ഉള്ളൂ. എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കട്ടിയില്ലാത്തതായിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ താഴെ വന്നു. എനിക്കൊരു ഇന്നർ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നർ ചോദിച്ചപ്പോഴത്തേക്കും ബ്ലാക്ക് ഇല്ല. പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കിട്ടിയത്. അപ്പൊ ക്രോപ്പ് ടോപ്പ് ഒക്കെ എടുത്ത് ബില്ലടയ്ക്കാൻ വേണ്ടി പോയി. ബില്ലടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ എന്താ കാർഡ് റീഡ് ആവണില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ കാർഡൊക്കെ റീഡായി ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കേശുവിന് KFC അല്ല ഫ്രൈഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് കഴക്കൂട്ടത്ത് ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ഒരു കടയുണ്ട്, അവിടെ പോയി. അപ്പൊ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഒരു ലൈം വാങ്ങി. ബോറടിക്കട്ടല്ലോ എന്ന് വിചാരിച്ച ലൈമും കുടിച്ച് അങ്ങനെ നിന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഫ്രൈഡ് ചിക്കൻ കിട്ടി. പിന്നെ ഫ്രൈഡ് ചിക്കനും അവന് കൊടുത്തു. അപ്പോൾ അത് കഴിച്ച് ഞാനും കുറച്ച് കഴിച്ച്. കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും അവന് മതിയായി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.